ഇപ്പൊ പലരും പറയുന്നത് മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല എന്ന നിലക്കാണ്. അല്ല, ആർക്കാ തർക്കമുള്ളത്? മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. അത് ഏത് ബിലാല് പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. കൂട്ടുകച്ചവടം നടക്കില്ല, ഉറപ്പിച്ചോളി. അരൂർ ബാങ്ക് ഉൾപ്പെടെ ഈ നാട്ടില് രാഷ്ട്രീയമായ അവിശുദ്ധ സഖ്യത്തിന് പഴയ കാലത്തെ പോലെ ഒരു സാധ്യതയും ഇല്ലാതാക്കിയിട്ടുണ്ട് മണ്ണാർക്കാട്ടെ പാർട്ടി. ഒരു കൂട്ടുകച്ചവടത്തിനും മണ്ണാർക്കാട്ടെ പാർട്ടി അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് ശരിയാണ്. എന്ത് മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ല. നിങ്ങൾ ഇന്നലെ ഒരാളെ കൊണ്ടുവന്നല്ലോ അവിടെ, പാവപ്പെട്ട കുഞ്ഞാലിക്കുട്ടി. മക്കളെ, ലീഗുകാരെ, നിങ്ങളെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലെങ്കിലും ഇടണമായിരുന്നു. മാധ്യമങ്ങൾ അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേരള രാഷ്ട്രീയത്തിലെ എടുക്കാച്ചരക്കായി ഓട്ടമുക്കാലാക്കി കേരള രാഷ്ട്രീയത്തിൽ മാറ്റിയ കുഞ്ഞാലിക്കുട്ടിയെ മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെ അപഹസിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ലായിരുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ്, മുസ്ലിം ലീഗിന്റെ കിരീടം വെക്കാത്ത പാദിഷ, ഒരു കാലത്ത് പുലിക്കുട്ടി എന്ന് വിളിച്ചു നടന്നിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിന്റെ ഒരു മൂലയിലിരുത്തി ഒരാളുടെയും കണ്ണിൽപ്പെടാതെ കൊണ്ടുപോയി ആ മനുഷ്യനെ ഇങ്ങനെ 70-ാമത്തെ വയസ്സിൽ അപഹസിക്കേണ്ടതുണ്ടായിരുന്നോ ലീഗ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ ഉദ്ദേശം എന്തായിരുന്നു? അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതിന് ആ അഴിമതിയുടെ ഭാഗമായി നിങ്ങൾക്ക് വലിയ പ്രതിരോധമുണ്ടായപ്പോൾ നിങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില ഗിമ്മിക്കുകൾ കാണിച്ചു. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ഡിവൈഎഫ്ഐ അഴിമതിക്കെതിരെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഞങ്ങൾ പോകുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ആർക്കെങ്കിലും അപവാദമുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, ഈ വിഷയത്തിലുൾപ്പെടെ ഇന്നലെ ആയുർവേദ ഡിസ്പെൻസറിയുടെ വിഷയത്തിലുൾപ്പെടെ മൈലാമ്പാടം പയ്യനടം റോഡിന്റെ വിഷയത്തിലുൾപ്പെടെ അഴിമതി ആരോപണം ഉന്നയിച്ചയാൾ ഈ ഞാൻ തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിൽ ശ്രീരാജ് തന്നെയാണ് അത് ഉന്നയിച്ചത്. ശ്രീരാജ് ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്ന് അനധികൃതമായോ അർഹതയില്ലാത്തതോ ആയ 1 രൂപയെങ്കിലും വാങ്ങി എന്ന് തെളിയിക്കാൻ ഈ നാട്ടിലെ ഇന്നലെ ഇത്തരം സംഭാഷണങ്ങൾക്ക് തിരികൊളുത്തിയ ആളുകളോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് നല്ല പരിശുദ്ധിയോടുകൂടിയാണ്. ഒരാളുടെ മുമ്പിലും തലപണയം വെക്കാതെ, ഒരാളുടെ മുമ്പിലും 1 രൂപ അഴിമതി വാങ്ങാതെ, സ്ഥിര സൗഹാർദ്ദമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചായ പോലും വാങ്ങി കുടിക്കാതെയാണ് ഞങ്ങൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്. അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ നന്നായി ഈ നാട്ടിലെ പൊതുവിഷയങ്ങൾ ഇടപെടും.